നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സിലേക്ക് ലോറി ഇടിച്ചു മറിഞ്ഞ് അപകടം. 27 പേർക്ക് പരിക്ക്. അപകടം ബുധനാഴ്ച പുലർച്ചെ 4:00. പായിപ്രയിൽ ഫുട്ബോൾ ആരാധകരുടെ കട്ടൌട്ടുകളും ബോർഡുകളും നീക്കി. പായിപ്ര പഞ്ചായത്തിലാണ് നടപടി. കൂറ്റൻ കട്ടൌട്ടുകളും ബാനറുകളുമാണ് പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റിയത്. കർഷക തൊഴിലാളി ഏരിയ കമ്മിറ്റി മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കർഷക തൊഴിലാളി ജില്ലാ കമ്മിറ്റി ട്രഷറർ NS സജീവൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. മഞ്ചനാട് പാലത്തിന് സമീപം പൈപ്പ് പൊട്ടി. കുഴി അപകടക്കെണിയാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ മഞ്ചനാട് പമ്പ് ഹൌസിന്റെ റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ശക്തമായ മഴ. കോതമംഗലം കോട്ടപ്പടിയിൽ വീട് തകർന്നു. വടാശ്ശേരി സ്വദേശി മാത്തുക്കുട്ടിയുടെ വീടാണ് മഴയിൽ തകർന്നത്. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സിലേക്ക് ലോറി ഇടിച്ചു മറിഞ്ഞ് 27 പേർക്ക് പരിക്ക്. ബുധനാഴ്ച പുലർച്ചെ 4:00 മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കർണാടക സ്വദേശികളുടെ ബസ് അപകടത്തിൽപ്പെട്ടത്. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ്സിലേക്ക് ലോറി ഇടിച്ചു മറിഞ്ഞ് 27 പേർക്ക് പരിക്ക്. മൂവാറ്റുപുഴ 130 ജംഗ്ഷനിൽ ബുധനാഴ്ച പുലർച്ചെ 4:00 മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കർണാടക സ്വദേശികളുടെ ബസ്സിന് പിന്നിൽ പച്ചക്കറിയുമായി വന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ടൂറിസ്റ്റ് ബസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. അപകട സമയത്ത് യാത്രക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ചെറിയ കുട്ടികളും സ്ത്രീകളും ബസ് ജീവനക്കാരും ഉൾപ്പെടെ 27 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ തലയ്ക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ പുറത്തെടുത്തു. പരിക്കേറ്റവരെ ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KA ഷംസുദ്ദീന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. മൂവാറ്റുപുഴ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് എയിംസ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ബസ് റോഡിന്റെ വശത്തേക്ക് മാറ്റി റോഡിൽ വീണ ബസിന്റെ അവശിഷ്ടങ്ങളും പച്ചക്കറികളും ഫയർഫോഴ്സ് മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. പായിപ്രയിൽ ഫുട്ബോൾ ആരാധകരുടെ കട്ടൌട്ടുകളും ബോർഡുകളും നീക്കി പായിപ്ര പഞ്ചായത്ത്. പ്രിയ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകളും ബാനറുകളുമാണ് പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റിയത്. മൂവാറ്റുപുഴ ലോകകപ്പ് ഫുട്ബോൾ ലഹരിയിൽ നാടും യുവതയും ഒന്നുപോലെ ഒഴുകുമ്പോൾ പായിപ്ര പഞ്ചായത്തിൽ ആരാധകർ സ്ഥാപിച്ച പ്രിയതാരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകളും ബാനറുകളും പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റിയത് വലിയ വിവാദമാകുന്നു. പായിപ്ര പഞ്ചായത്ത് 6-ാം വാർഡിൽ ഈസ്റ്റ് മുളവൂർ തൈക്കാവുംപടിയിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് അധികൃതർ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത്. 4 വർഷത്തിലൊരിക്കൽ മാത്രം എത്തുന്ന കേവലം 1 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ലോകകപ്പ് മത്സരങ്ങളെ വരവേൽക്കാൻ ദിവസങ്ങളുടെ അധ്വാനവും പോക്കറ്റ് മണിയും ചേർത്തുവെച്ചാണ് യുവാക്കൾ ഈ ബോർഡുകൾ ഉയർത്തിയത്. എന്നാൽ ഈ താൽക്കാലിക ബോർഡുകൾ ചിലർക്ക് അരോചകമായതാണ് പെട്ടെന്നുള്ള നടപടിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ ചിലർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. മാസങ്ങൾ നീളുന്ന രാഷ്ട്രീയ പ്രചാരണ ബോർഡുകളും പരസ്യങ്ങളും വഴിയോരങ്ങളിൽ മാസങ്ങളോളം അനങ്ങാതെ കിടക്കുമ്പോൾ ഫുട്ബോൾ ലോകകപ്പ് കാലത്ത് മാത്രം ഉയരുന്ന ഈ സ്പോർട്സ് ബോർഡുകളോട് അധികൃതർ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് കായിക പ്രേമികൾ ആരോപിക്കുന്നു. ഫുട്ബോൾ ആരാധകർ ഏറെയുള്ള തൈക്കാവുംപടിയിൽ അധികൃതരുടെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നാടിന്റെ സ്പോർട്സ് സംസ്കാരത്തെയും യുവാക്കളുടെ ആവേശത്തെയും തല്ലിക്കെടുത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നാണ് നാട്ടുകാരുടെയും കളി ആരാധകരുടെയും ആവശ്യം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കർഷക തൊഴിലാളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കർഷക തൊഴിലാളി ജില്ലാ കമ്മിറ്റി ട്രഷറർ NS സജീവൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, VBG റാംജി പദ്ധതി ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കർഷക തൊഴിലാളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
കർഷകത്തൊഴിലാളി ജില്ലാ കമ്മിറ്റി ട്രഷറർ NS സജീവൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലുറപ്പ് നിയമം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത് എന്നത് നമ്മളിപ്പോൾ ഓർത്തുകൊള്ളണം. പിന്നീട് ഇടതുപക്ഷ പിന്തുണയില്ലാതെ ഭരിച്ച UPA ഗവൺമെന്റ് പിന്നീട് എന്താ ചെയ്തത്? ആ നിയമത്തിന് ആവശ്യമായ ഫണ്ട് അടങ്കൽ തുക മാറ്റിവെക്കാതെ പടിപടിയായി അത് കുറയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കാരണം അവർക്ക് പിന്നീട് ഈ തൊഴിലുറപ്പ് നിയമത്തിൽ നടപ്പാക്കിയതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ജനപിന്തുണ വടക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ലഭിച്ചു. അവരുടെ താല്പര്യമായിരുന്നില്ലെങ്കിലും അതിന്റെ ഒരു ഗുണം കിട്ടിയത് കോൺഗ്രസിനാ. രണ്ടാമത് വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേറി. പക്ഷേ പതിയെ കോൺഗ്രസ് അതിന്റെ തനിനിറം കാണിച്ചു. തങ്ങളുടെ നയങ്ങൾക്കനുസരിച്ച് അവര് തൊഴിലുറപ്പ് അടങ്കൽ തുകയിൽ നിന്ന് വെട്ടിക്കുറവ് വരുത്തി പോരുന്ന സാഹചര്യം അന്നേ തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ. എന്നാൽ 2014 മോദി ഗവൺമെന്റ് അധികാരത്തിലേറിയോടുകൂടി വീണ്ടും ഈ UPA ഗവൺമെന്റിന്റെ സമീപനം തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയോട് മോദി ഗവൺമെന്റ് സ്വീകരിച്ചത്. കർഷകത്തൊഴിലാളി മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് TN മോഹനൻ അധ്യക്ഷനായ യോഗത്തിൽ കർഷകത്തൊഴിലാളി ഏരിയ സെക്രട്ടറി KT രാജൻ, സജി ജോർജ്, CK സോമൻ, KK വാസു എന്നിവർ പ്രസംഗിച്ചു. MCS Hospital, we take care of your health. ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന സന്ദേശയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സമാപനം. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നടത്തിയ സമാപന സമ്മേളനം ഡോക്ടർ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികളുടെ ഭാഗമായി ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് TK സജിത നയിച്ച വാഹന സന്ദേശയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സമാപനം. ആലുവയിൽ ബൈജു മേനാച്ചേരി ഉദ്ഘാടനം ചെയ്ത ജാഥ ചൂണ്ടി, വാഴക്കുളം, മാറമ്പിള്ളി, പെരുമ്പാവൂർ, പട്ടിമറ്റം, വാഴക്കുളം എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഡോക്ടർ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന ഏതു നല്ല കാര്യത്തിനും ഞങ്ങൾ അനുകൂലമാണ്. സർക്കാരിനെതിരെയുള്ള ഒരു സമരമൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. സമരം ഞങ്ങളുടെ പദ്ധതിയേ അല്ല. ഈ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാൻ കഴിയും, എങ്ങനെ ഈ സമൂഹത്തെ ഒന്ന് ഉദ്ധരിക്കാൻ കഴിയും, അതിനുവേണ്ടി ആര് ശ്രമിക്കുന്നുവോ സർക്കാരും സന്നദ്ധ സംഘടനകളും നല്ല വ്യക്തികളും അതിനുവേണ്ടി ശ്രമിക്കുന്നു. TK സജിത അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സതീഷ്, സുനിൽ, അയ്യപ്പൻ പള്ളിപ്പാട്ട്, ജില്ലാ ഭാരവാഹികളായ വിനോജ്, രാജൻ, സുലൈമാൻ, മറ്റ് സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. തുടർ ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലും ലഹരി വിരുദ്ധ പരിപാടിയുമായി ജനകീയ സംരക്ഷണ സമിതി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് TK സജിത പറഞ്ഞു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മഞ്ചനാട് പാലത്തിന് സമീപം പൈപ്പ് പൊട്ടലിനെ തുടർന്ന് രൂപപ്പെട്ട കുഴി അപകടക്കെണിയാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ മഞ്ചനാട് പമ്പ് ഹൌസിന്റെ റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. തേക്കടി എറണാകുളം സംസ്ഥാന പാതയിൽ മഞ്ചനാട് പാലത്തിന് സമീപം പൈപ്പ് പൊട്ടിയത് നന്നാക്കാനെടുത്ത കുഴി അപകടക്കെണിയാവുന്നു. കനത്ത മഴയിൽ റോഡിന്റെ ടാറിങ്ങിനോട് ചേർന്ന് മണ്ണൊലിച്ചു പോയതോടെ ഇവിടെ വൻ ഗർത്തമായി മാറിയിരിക്കുകയാണ്. 2 വലിയ വാഹനങ്ങൾക്ക് കഷ്ടി കടന്നുപോകാൻ കഴിയുന്ന പാതയുടെ ഇരുവശവും ആഴമേറിയ പാടശേഖരങ്ങളാണ്. വാട്ടർ അതോറിറ്റിയുടെ മഞ്ചനാട് പമ്പ് ഹൌസിന്റെ മൂക്കിൻ തുമ്പത്താണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. ചുവന്ന റിബൺ ഉപയോഗിച്ച് തിരിച്ചിട്ടുണ്ടെങ്കിലും വഴിവിളക്കുകൾ പലയിടത്തും ഇല്ലാത്തതിനാൽ രാത്രി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത കൂടുതലാണ്. പൊളിഞ്ഞുപോയ സംരക്ഷണ ഭിത്തി പാറക്കല്ലുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി മണ്ണിട്ടാൽ മാത്രമേ അപകടം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രദേശവാസികളുടെ വാദം. അതുവരെ അപകട മുന്നറിയിപ്പുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്ഥിരം അപകട മേഖലയായ ഇവിടെ ഇരുവശവും ഇരുമ്പ് കൈവരികൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടികളായിട്ടില്ല. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ശക്തമായ മഴയിൽ കോതമംഗലം കോട്ടപ്പടിയിൽ വീട് തകർന്നു. വടാശ്ശേരി സ്വദേശി മാത്തുക്കുട്ടിയുടെ വീടാണ് മഴയിൽ തകർന്നത്. അതിശക്തമായ മഴയിൽ കോതമംഗലം കോട്ടപ്പടിയിൽ വീട് തകർന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ മഴയിൽ വടാശ്ശേരി സ്വദേശി മാത്തുക്കുട്ടിയുടെ വീടാണ് തകർന്നത്. മേൽക്കൂരയിൽ നിന്ന് ശബ്ദം കേട്ടതോടെ ഇവർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ഭിത്തി ഭാഗികമായും തകർന്നു. വാഹനം പോലെ കൊച്ചിനെ ഞാൻ നേരിടുന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ പുറത്തേക്ക് മാറിക്കോളാൻ പറഞ്ഞു.
10 മിനിറ്റിന് സംഭവം സംഭവിക്കാം. മഴയൊക്കെ ഇന്നലെ രാത്രി പെയ്തില്ലേ. ഈ സമയത്ത് മാത്തുക്കുട്ടിയും ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുടുംബത്തെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് അറിയിച്ചു. വീട് തകർന്ന് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. 2 മുറിയും ഹാളും അടുക്കളയും അടങ്ങുന്ന വീട് വാസയോഗ്യമല്ലാതായി. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മെഡിസെപ്പ് പദ്ധതി പുനഃപരിഷ്കരിക്കണമെന്ന് KSSPA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി മൂവാറ്റുപുഴയിൽ നടത്തിയ ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മെഡിസെപ്പ് പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് ശില്പശാല UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ഉദ്ഘാടനം ചെയ്തു. ഏതെല്ലാം നേതാക്കന്മാരുണ്ടോ അവരെയൊക്കെ ഒരു ദിവസം വിളിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ, കിട്ടിയ ആനുകൂല്യങ്ങൾ, കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഇത്രയും കൃത്യമായി ഒന്ന് ചർച്ച ചെയ്യണം എന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ, സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ജില്ലാ പ്രസിഡന്റ് CA അലിക്കുഞ്ഞ്, സെക്രട്ടറി PD ജോയ്, ട്രഷറർ BA അഫ്സലൻ, വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി ആലീസ് കറിയ, OM തങ്കച്ചൻ, VM നാസിർ ഖാൻ, ഷബീബ് എവറസ്റ്റ്, VT പൈലി, ഡൊമിനിക് തോമസ്, KM റെജീന, മാത്യു ഫിലിപ്പ്, മേരി പൗലോസ്, ബേബി തോമസ്, PM മൈദീൻ, ടോമി ജേക്കബ്, ബേബി ജോർജ്, ഡോക്ടർ ആൻസി ഐസക്, മാത്യു പൈലി എന്നിവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ രണ്ടാർക്കര തച്ചലായിൽ ഇബ്രാഹിം നിര്യാതനായി. ഭാര്യ പാത്തുമ്മ, മക്കൾ ഷൈമോൾ, ഷാൻ, ഷെബി, ഷാഹിൻ, മരുമക്കൾ റാഫി, റസിയ, അൻവർ, ഷഹന. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.